ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ടക്കപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. അതിനായിട്ട് ആദ്യം തന്നെ കപ്പ ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉടച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 700 ഗ്രാം കപ്പ എടുത്തിട്ടുള്ളത്. ക്ലീൻ ആക്കിയതിന് ശേഷം ഉള്ള വെയിറ്റാണ് കേട്ടോ 700 ഗ്രാം. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സബോള നന്നായിട്ട് കൊത്തി എരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളകും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 6 മുട്ട ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട ഒഴിക്കുന്ന സമയത്ത് സബോളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സെൻറ്ററിലായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മുന്നേ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പില്ലേ, ആ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മുട്ടയും കൊള്ളിയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇത് ചൂടോടെ കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കഴിക്കണ സമയത്ത് ഒരു സബോള നല്ല ചെറുതാക്കി കൊത്തിയരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് അതും കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.